എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എനിക്ക് കമൻസിൽ തുടരെ ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്, വെയിറ്റ് ഗെയിൻ്റെ വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ടും ഇത്രയും പ്രാവശ്യം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണ് ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേർക്കുള്ളതാണ് കേട്ടോ, വെയിറ്റ് എങ്ങനെ കൂട്ടാം, പെട്ടെന്ന് വെയിറ്റ് കൂട്ടാം, എന്തെങ്കിലും പ്രത്യേകിച്ച് ഡ്രിങ്ക് ഉണ്ടോ വെയിറ്റ് കൂട്ടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടോ വെയിറ്റ് കൂട്ടാൻ, എല്ലാ ദിവസവും ഞാൻ എന്ത് കഴിക്കണം വെയിറ്റ് കൂട്ടാൻ, ഇനി സപ്ലിമെന്റ്സ് എന്തെങ്കിലും കഴിക്കണോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷനാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇനി ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, ഈ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് മധുരവും അതുപോലെ ഫ്രൈസും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ കൂടുതൽ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ കഴിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പ്രീ ഡയബറ്റിക് ആയവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം അതും ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്തു തരാം. ചിലർ ഡ്രൈ ഫ്രൂട്ട്സ് ഓവറായിട്ട് കഴിക്കും. ലൈക്ക് ഇപ്പോൾ ഡേറ്റ്സ് ഒരുപാട് കഴിക്കും, അല്ലെങ്കിൽ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് അങ്ങനെ ഒരുപാട് കഴിക്കും. ചിലർ തേനിൽ മുക്കി വെച്ച് കഴിക്കും, അല്ലെങ്കിൽ നമ്മുടെ നെല്ലിക്കയൊക്കെ തേനിലിട്ട് വയ്ക്കില്ല, അങ്ങനെ ഒരുപാട് കഴിക്കും. അല്ലെങ്കിൽ ഫ്രൈസ് മീൻസ് ഫിഷ് ആയാലും ചിക്കൻ ആയാലും ബീഫ് ആയാലും ഇതെല്ലാം ഒരുപാട് ഫ്രൈസ് പോലെ അല്ലെങ്കിൽ ഓയിൽ ആഡ് ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് കഴിക്കും. എന്തിനാ? പെട്ടെന്നൊന്ന് പുഷ്ടി വെക്കാൻ വേണ്ടി, വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു റിയാലിറ്റി മനസ്സിലാക്കേണ്ടത്, ഈ വണ്ണം വയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 കിലോയിൽ നിന്നും ഒരാൾ പെട്ടെന്ന് ഒരു 20 കിലോ ആകുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കായാലും ഒരു വെയിറ്റ് കുറവാണ് കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവരെ ഒരു 5-6 കിലോ അവരെ വണ്ണം വെപ്പിക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. മുതിർന്നവർക്കായാലും ശരി തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക. മീൻസ് ചില ലീനായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുള്ളോ, മെലിഞ്ഞിരിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? പക്ഷെ അവരെ കാണുമ്പോഴത്തേക്കും അവർ മെലിഞ്ഞായിരിക്കും, പക്ഷെ അവരുടെ സ്കിൻ കാണാൻ വളരെ ബ്രൈറ്റ് ആയിരിക്കും, നല്ല നറിഷ് ആയിരിക്കും അവരുടെ സ്കിൻ കാണാനായിട്ട്. ഭയങ്കര ഏജിങ് ഒന്നും തോന്നില്ല, നല്ല ഒരു ഹെൽത്തി ബോഡി ആയിട്ട്, നമ്മുടെ മലയാളം ലാംഗ്വേജ് പറഞ്ഞ നല്ല പുഷ്ടി ആയിട്ട് ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ ചിലരെ കാണുമ്പോഴത്തേക്കും മീൻസ് കറക്റ്റ് ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിരിക്കും, പക്ഷെ കണ്ടാൽ ഭയങ്കര ഒരു സ്കിൻ ഒട്ടും ഹെൽത്തി അല്ലാതെ, ഒട്ടും നറിഷ് അല്ലാണ്ട്, വല്ലാണ്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വെയിറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ മൊത്തം ബോഡിയെ ഒന്ന് HB ഒക്കെ ഒന്ന് കൂട്ടി, ഹീമോഗ്ലോബിനൊക്കെ ഒന്ന് കൂട്ടി, നല്ല പ്രോട്ടീനൊക്കെ കഴിച്ച് ബോഡി ഒന്ന് സെറ്റ് ആക്കുക, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ കുറേ കിലോ കൂട്ടുക എന്നുള്ളതാവരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ഇതുപോലത്തെ സ്വീറ്റ് വർഗ്ഗങ്ങളും ഒരുപാട് ഓവറായിട്ട് നിങ്ങൾ വാരി വലിച്ച് കഴിക്കരുത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ വണ്ണം വയ്ക്കുമായിരിക്കും കേട്ടോ. ചിലപ്പോൾ 1-2 കിലോ കൂടുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊരു വ്യത്യാസം തോന്നുമായിരിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ വെയിറ്റ് വെക്കുമ്പോൾ നിങ്ങൾ വയറ് പെട്ടെന്ന് ചാടുന്നത് പോലെ കാണാൻ പറ്റും. മീൻസ് ഹോൾ ബോഡിയിൽ നിന്നും ഏറ്റവും കൂടുതൽ അത് വണ്ണമായിട്ട് പുറത്തു വരുന്നത് വയറിൽ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൈവണ്ണമോ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഭാഗത്തായിരിക്കും ആ ഒരു വണ്ണം നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നത്. പിന്നെ നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു 30+ കഴിഞ്ഞ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു 35+ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രീ ഡയബറ്റിക്കോ കൊളസ്ട്രോൾ കൂടിയതായിട്ടോ യൂറിക് ആസിഡ് കൂടിയതായിട്ടോ, ഇങ്ങനെ ഫാറ്റി ലിവർ ഗ്രേഡ് 1-2 ആയിട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ കാണാൻ പറ്റും. സോ ഇങ്ങനെ ഒന്നും വരാതിരിക്കണമെങ്കിൽ ആദ്യം ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയണം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് വെയിറ്റ് കൂട്ടുക, ഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂട്ടാൻ പറ്റും നോക്കാം. ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പ്രോട്ടീൻ ഐറ്റംസും മിൽക്കും എല്ലാം നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റും. പക്ഷെ അതിനൊരു സമയമുണ്ട്, ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമ്മൾ രാവിലെ എണീക്കുന്ന സമയം മുതൽ കിടക്കുന്ന സമയം വരെ നമുക്ക് കറക്റ്റായിട്ട് ടൈമിംഗ് ഉണ്ട്. ഇനി ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സും ചെറിയൊരു ജ്യൂസ് കഴിക്കുന്നവരുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്യുക. വെയിറ്റ് കൂടാനും അതുപോലെ സ്കിൻ പെട്ടെന്ന് ഗ്ലോ ആവാനും വേണ്ടിയിട്ട് ജ്യൂസസ് പെട്ടെന്ന് എടുക്കുന്നവരുണ്ട്. പെട്ടെന്ന് റെഗുലർ ആയിട്ട് 1-2 ജ്യൂസൊക്കെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഗ്ലൂക്കോസ് വെള്ളം മാത്രമാണ് നമ്മൾ കുടിക്കുന്നത്. ബാക്കി അതിലുള്ള നാരൊക്കെ നമ്മൾ അരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, അതിലെ നാരെല്ലാം പോയിട്ട് ഗ്ലൂക്കോസ് വെള്ളം മാത്രം നമ്മളെ ബോഡി പോകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഷുഗർ കൂടാനായിട്ട് സാധ്യത വരും. സോ ഏറ്റവും നല്ലത് ഫ്രൂട്ട് ഹോളായിട്ട് തന്നെ കഴിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് മാത്രമായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സഡ് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ കേട് ഉപയോഗിച്ചിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡെസേർട്ട് പോലെ കഴിക്കാം. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ സീഡ്സുകളും കേട്ടോ. അപ്പോൾ സീഡ്സുകളും എല്ലാം നിങ്ങൾക്ക് എപ്പോൾ എടുക്കാം. ഈ ഒരു വെയിറ്റ് കുറയാൻ മാത്രമാണ് സീഡ്സ് കഴിക്കാവൂ എന്നൊന്നുമില്ല, വെയിറ്റ് കൂടാനും സീഡ്സ് നല്ലതാണ്. എസ്പെഷ്യലി പംകിൻ സീഡ് വെയിറ്റ് കൂടാൻ നല്ലൊരു സീഡ്സ് ആണ് കേട്ടോ. മീൻസ് റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ അതിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ വാട്ടറൊക്കെ കുടിച്ച് നിങ്ങൾ
നോർമൽ നട്ട്സ് ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് മിഡ് മോർണിംഗ്സ് ഒക്കെ വരില്ലേ, ആ ടൈമിൽ നിങ്ങൾക്ക് ഡേറ്റ്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഫിഗോ, ഡ്രൈ മാംഗോ, ഡ്രൈ പൈനാപ്പിൾ, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം, ഇതൊന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല, ഐ നോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സാധനം തന്നെ കഴിക്കണമെന്നില്ല. ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ട്രൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പയറ് വർഗ്ഗങ്ങൾ എടുക്കാം. ചെറുപയർ, വൺപയർ, അതുപോലെ ചുണ്ടൽക്കടല, ഇതുപോലത്തെ പയറ് വർഗ്ഗങ്ങളൊക്കെ ഒന്ന് മുളപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കഴിക്കാം കേട്ടോ. അപ്പം അതിൽ ജാഗ്രി നല്ലതാണ്. നാച്ചുറൽ ജാഗ്രി മീൻസ് ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ പനങ്കർക്കണ്ടോ ഇതുപോലത്തെ നാച്ചുറൽ ജാഗ്രി എല്ലാം നല്ലതാണ്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ലഞ്ച് കഴിക്കുമ്പോഴത്തേക്കും തീരെ ലീനായിട്ടുള്ളൊരു പേഴ്സൺ ആണ്, പിന്നെ കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഏജിലൊക്കെ ഉള്ളവരാണ്, ഒരു ഈ 20ക്ക് താഴെ അല്ലെങ്കിൽ ഒരു 30ക്ക് താഴെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൂടെ ലഞ്ചിന് ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒരുപാട് മുതിർന്നവർ ലഞ്ചിൻ്റെ കൂടെ ഫ്രൂട്ട് ആഡ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഡയബറ്റിക് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ഇടസമയത്ത് കഴിച്ചോളൂ. അല്ലാത്തവർ ലഞ്ചിൻ്റെ കൂടെ ഫ്രൂട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് മിഡ് ഈവനിങ് വരുമ്പോഴത്തേക്കും എഗെയിൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഷുഗറിയോ അല്ലെങ്കിൽ ഫ്രൈസ് ആയിട്ട്, ഫ്രൈസ് ഞാൻ പറയുന്നത് മറ്റേ മുക്കി പൊരിച്ച് ഡീപ്പായിട്ടുള്ള ഫ്രൈ അല്ല, നിങ്ങൾക്ക് ഒരു കട്ട്ലേറ്റ് പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാൻ കേക്ക് പോലെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു ഹെൽത്തി ആയിട്ട് ഒരു സ്നാക്സ് ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കുന്നത് കുഴപ്പമില്ല. സ്മൂത്തീസ്, ഷേക്സ് ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെയിറ്റ് ലോസിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്മൂത്തീസ് എടുക്കാറുണ്ട്. അതൊരു ചോദ്യം താഴെ വരും. അപ്പോൾ അതിന് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുവാണ്. സ്മൂത്തി എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആപ്പിൾ ഓട്സ് സ്മൂത്തി, ഓക്കെ, ആപ്പിൾ ഓട്സ് സ്മൂത്തി വെയിറ്റ് ലോസുകാർക്ക് എങ്ങനെ എടുക്കണം, ആപ്പിളും ഓട്സും മിൽക്കും അതുപോലെ കാഷ്യൂ ബദാമോ എന്തെങ്കിലും കുറച്ചിടുക, മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് വെയിറ്റ് ഗെയിൻകാർ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. നിങ്ങൾ 2 കാറ്റഗറിക്കാർക്ക് ആണെങ്കിലും നിങ്ങൾ റോൾഡ് ഓട്സ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്തിട്ട് മിൽക്ക് അല്പം കൂടെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. മിൽക്കിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മിൽക്ക് എടുക്കുമ്പോൾ വയറിന് ഗ്യാസ് ട്രബിൾ ഇഷ്യൂസ് വരുന്ന ആൾക്കാരോ ബ്ലോട്ടിങ് വരികയോ ഇങ്ങനെയുള്ളവർ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മിൽക്ക് എടുക്കരുത്. ഓട്സിൽ തന്നെ ഓട്സ് മിൽക്കായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ ഓട്സിൽ നിന്ന് തന്നെ ആ ഒരു മിൽക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ടേസ്റ്റും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കോ മറ്റ് അതർ മിൽക്കോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സോയ മിൽക്കൊക്കെ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, അതൊക്കെ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അത് എടുത്ത് പറയുകയാണ്. കാര്യം വണ്ണം കൂടാൻ വേണ്ടിയിട്ട് പാല് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെറുതെ ബ്ലോട്ടിങ്ങും വയറിൻ്റെ ഗട്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കി വെക്കരുത്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കൊന്നും മിൽക്കിൻ്റെ യൂസ് പറ്റില്ല. അപ്പോൾ മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അതിനെ നട്ട്സ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു 10ഓ 15ഓ ആൽമണ്ട് വെള്ളത്തിലിട്ടിട്ട് അതിനെ ഒന്ന് അടിച്ചെടുക്കുകയോ ഡയറക്റ്റ് കഴിച്ചാലും മതി. ഇല്ല മിൽക്കിൻ്റെ കൺസിസ്റ്റൻസി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് അടിച്ചെടുത്താൽ നമുക്ക് മിൽക്ക് പോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. സോ ഇതുപോലെയാണ് ഒരു റെഗുലർ റൊട്ടീനിൽ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഒരു 6 ടൈം മീലായിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ 6 നേരം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണമെന്നല്ല, രാവിലെ ഉച്ചയ്ക്കും രാത്രി നിങ്ങൾ മെയിൻ മീൽ കഴിക്കുക. ബാക്കി ഇടസമയങ്ങളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ എക്സ്ട്രാ നോക്കി, ഇപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നതല്ലേ. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടസമയത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇപ്പോൾ ഒരു 2 മുട്ടയും ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും അതിൻ്റെ കൂടെ എന്തെങ്കിലും നട്ട്സൊക്കെ കൂടെ ആഡ് ചെയ്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചാലും ഗുഡാണ് കേട്ടോ. ലഞ്ചായിട്ട് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഏത്തപ്പഴം പുഴുങ്ങിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിന്നറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത്തപ്പഴം റെഗുലറായിട്ട് പുഴുങ്ങിയത് എടുക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ അത് പ്രീ ഡയബറ്റിക് സ്റ്റേജിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാനത് എപ്പോഴും ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ വിളിച്ചു വരുത്താനാവരുത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആ ഒരു വേർഡ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. കാര്യം ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് പിന്നെ ഓരോന്ന് ചെയ്തിട്ട് ഈ ഒരു കാര്യം നമ്മൾ വൺസ് ആ ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ബോഡിയിൽ ഡിറ്റക്ട് ചെയ്ത് തന്നെയാണ്. സോ അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് വരാതിരിക്കാൻ നമ്മൾ ബോഡി പ്രിവെൻറ്റ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട്, ഇത് നമുക്ക് സ്കിന്നിനും ഓൾറെഡി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കിൻ കെയർ ഡയറ്റും ഇതിൻ്റെ കൂടെ ഓൾറെഡി നമുക്ക് കിട്ടിക്കോളും കേട്ടോ. പിന്നെ പുറമേ നിങ്ങൾ എക്സ്റ്റേണലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഫേസ് പാക്കുകളും കറക്റ്റായിട്ട് സൺസ്ക്രീനും ഇട്ട് കറക്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീനും കൂടെ രാവിലെ ഈവനിങ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഹെൽത്തി വെയിറ്റ് ഗെയിനും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിന്നും വളരെ നല്ലതായിരിക്കും കേട്ടോ. സോ അടുത്തും നിങ്ങൾക്ക് ഇതുപോലെ ഏത് ടോപ്പിക്കാണോ ആവശ്യം അത് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇതിൽ ഒരുപാട് പേര് കമൻറ്റിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡയറ്റ് എൻ്റെ അടുത്ത് എടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ് ഡയറ്റ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡയറ്റ് സർവീസ് എനിക്ക് തരാൻ സാധിക്കും. നിങ്ങൾക്ക് ഫോൺ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നിൽ നിങ്ങൾ ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് DM ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെസ്സേജിന് കുറച്ച് ഡിലേ വന്നാലും ക്ഷമിക്കുക. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഒരു 24 hour കേട്ടോ, അതിനകത്ത് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.